മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘം ശ്രമിക്കുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ പറയുന്നു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, ഇന്ന് അദ്ദേഹത്തെ കാണാൻ ആരെങ്കിലും എത്തുകയുണ്ടായോ? എന്തൊക്കെയാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം? ദിവിഷ്, 11:30 കൂടിയാണ് ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. അതിൽ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നും തന്നെയാണ് പറയുന്നത്. ഇന്നലെയും സമാനമായ രീതിയിലുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിനാണ് ഉണ്ടായിരുന്നത്. ആരോഗ്യനിലയ്ക്ക് മാറ്റമില്ല. ഇപ്പോൾ പ്രധാനമായും ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു 72 മണിക്കൂറിനുള്ളിൽ ഡയാലിസിസ് ആണ് നടത്തിയത്. കാരണം വൃക്കയുടെ പ്രവർത്തനം തിരികെ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഡയാലിസിസ് നടക്കുകയായിരുന്നു. ഒപ്പം ഈ വെന്റിലേറ്ററിൻ്റെ സഹായം അത് മാറ്റിയിട്ടില്ല. ആ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആശുപത്രിയിലേക്ക് എത്തും. ഒപ്പം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ നടക്കുകയാണ്. അതുകൊണ്ട് നേതാക്കൾ എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 11:30 പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഒപ്പം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഒപ്പം വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനുമുള്ള ഡോക്ടർമാരുടെ ശ്രമം തുടരുകയാണ് എന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത്. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.